എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബീഫ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തി, അപ്പവും പൊറോട്ടയും നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പിയാണിത്. ബീഫ് കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 600 ഗ്രാം ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ തന്നെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇനി ഈ ബീഫിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം വലിപ്പമുള്ളൊരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീര് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ബീഫ് റെസിപ്പി ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബീഫിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബീഫിൽ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു മസാല നന്നായിട്ട് ആ ഒരു ബീഫിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. 1 മണിക്കൂറൊന്നും വെക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ വരെയെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ 1 മണിക്കൂർ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ ഒരു ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് നമുക്കൊരു 1.25 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 വിസിലൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മളെടുക്കുന്ന ബീഫിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വേവിൽ വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ ഒരു 5-6 വിസിലടിച്ച് അതിൻ്റെ ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം ഞാൻ ഇതുപോലെ തുറന്ന് നോക്കിയപ്പോൾ ബീഫ് നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചട്ടിയിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് സവാള ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ സവാള ഇവിടെ നിന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണ നമുക്ക് കോരി മാറ്റിയേക്കാം. ഇനി ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഈ തേങ്ങാക്കൊത്തും കൂടെ നമുക്ക് ചെറിയതായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് കളറ് മാറണ്ട, ചെറിയതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ തേങ്ങാക്കൊത്ത് എണ്ണയ്ക്കകത്ത് നിന്ന് എടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 200 ഗ്രാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി നമ്മൾ ഇതുപോലെ ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. വലിയ സവാളയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഒരു 3-4 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. നമ്മൾ ഈ ഒരു സവാള ഉള്ളി നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റി എടുക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഈ ഒരു സവാള ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിന് വരെ നല്ലപോലെ തന്നെ നമ്മളൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലും കുറച്ചും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം കേട്ടോ. നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ നമുക്ക് സവാള ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ തന്നെ ഇളക്കി വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു കളറായിട്ട് നമുക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, ആ ഒരു പച്ചച്ചവ മാറുന്നതിന് വരെ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. ബീഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ഒരുപാട് തക്കാളി ചേർത്ത് കൊടുക്കരുത്, ചെറിയൊരു തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ കണ്ടില്ല, തക്കാളി ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നന്നായിട്ട് ഇതുപോലെ ഇളക്കി ആ ഒരു പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇതിലൊരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വെള്ളം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റി ചെറുതായിട്ട് നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ട് പോകണ്ട. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ നല്ലപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കളറിൽ നിന്ന് മാറിയിട്ട് ഇത് നമുക്ക് നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഓയിലിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ തന്നെ വറ്റി അത്യാവശ്യം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു സവാളയാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സവാളയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 പച്ചമുളക് ഇതുപോലെ നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഒരു എരിവ് നോക്കിയിട്ട് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചൊന്ന് ഇളക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയും നെയ്ച്ചോറും സാധാ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ബീഫ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് വെച്ച് നോക്കുക. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പെരുന്നാളിനൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.